ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ഥലം വരെ പോവാണ്, അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. തയ്യാറാക്കിയപ്പോഴാണ് മനസ്സിലത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഏതാ സ്ഥലമൊന്നും മനസ്സിലായോ? ഇതാണ് പഴയ രാമചന്ദ്രൻ്റെ സ്ട്രീറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാണ്ട് തിരിച്ചു പോകാൻ തോന്നത്തില്ല. കാര്യം എവിടെ നോക്കിയാലും കടകളാണ്. തുണിക്കട, ചെരുപ്പ് കട, അങ്ങനെ പലതരത്തിലുള്ള കടകൾ. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റെഡും വൈറ്റും റെഡും കൂടെ ചേർന്നിട്ടുള്ളതും ഒക്കെ ഡ്രസ്സസ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൽ രാമചന്ദ്രൻ്റെ ധാരാളം കടകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന കടയിൽ സാരി, ലൈനിങ്, ബ്ലൗസ് പീസ്, ഇതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു കടയുണ്ട്. അവിടെ ഇന്നോവേഴ്സ്, ചപ്പൽ, റെഡിമെയ്ഡ്സ് ഒക്കെയാണ് അവിടെ കിട്ടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമചന്ദ്രൻ്റെ സ്ട്രീറ്റിലുള്ള വേറൊരു കടയിലാണ്. എനിക്ക് വീട്ടിലിടാനായിട്ട് കുറച്ച് ഡ്രസ്സസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്ഥലം വരെ പോവാണ്. അതുകൊണ്ട് തന്നെ അവിടെ നൈറ്റ് ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സസ് എടുക്കുവാണ് ഞാൻ. ഇത് രാമചന്ദ്രൻ്റെ വേറൊരു കടയാണ്. ഇവിടെയാണ് ഫുൾ റെഡിമെയ്ഡ്സ് ഉള്ളത്. അങ്ങനെ തൽക്കാലം ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. ഞങ്ങൾ ഗാന്ധി പാർക്കിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഫ്രണ്ട്സ് ഗാന്ധി പാർക്ക്. ഇനി ആരും ഗാന്ധി പാർക്ക് കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് ഫ്രണ്ട്സ് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഞങ്ങൾ കുറച്ച് മെഡിസിൻസ് മേടിക്കാനായിട്ട് വന്നതാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാനുള്ളതാണ്. അത് നാളെ മേടിക്കാം. നാളെ സൺഡേ ആണ്, രാവിലെ ചർച്ചയിൽ പോകാം. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ്. ഓക്കെ, വെയിറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നില്ല, അത്രയ്ക്ക് വലുതാ. സാധാ ലഡുവില്ലേ, അതിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട്. ഞാൻ വരുമ്പം ഫുഡ് കഴിച്ചത് തമ്പാനൂരിനടുത്ത് റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റിലുള്ള ആര്യസ് എന്നാണ് ഫുഡ് കഴിച്ചത്. അവിടെ ഞാൻ പൊതുവേ അവിടെയുള്ള സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ലഡു കണ്ടത്. വേറൊരു ടൈപ്പ് ലഡു ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോഴേക്കും അത് പറഞ്ഞു തിരുപ്പതി ലഡുവോ അങ്ങനെ എന്താ പറഞ്ഞത്. പക്ഷേ ഇത് സ്പെഷ്യൽ ലഡുവാന്ന് പറഞ്ഞു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ലഡുവിൻ്റെ കാട്ടിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായി. പക്ഷെ ഇതെങ്ങനെ കഴിച്ച് തീർക്കും? പതുക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാം. എന്തായാലും ഇന്ന് ഒറ്റയ്ക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. ടേസ്റ്റ് നല്ല നെയ്യൊക്കെ ഇട്ട് കൈയൊക്കെ ഓയിലായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അത് തവള കൊയറ് പാടുന്നതാണ്. പിന്നെ പറഞ്ഞിരുന്ന കാര്യം മറന്നുപോയി. ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞു. അത് സിറ്റിയിൽ പോയി മേടിക്കേണ്ടതായിരുന്നു. അതൊക്കെ മേടിച്ച് വന്നു. ഇനി നാളെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇവിടെ നിന്ന് മേടിക്കാനുള്ളതാണ്. മറ്റന്നാളാണ് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക്, എനിക്ക് പറയുന്നുണ്ട്, വഴിയുള്ള വീഡിയോയിൽ കാണാം, അങ്ങോട്ട് പോകേണ്ടത്.
അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളെ ഇനി പാക്ക് ചെയ്യണം. മൺഡേ രാവിലെ 9 മണിക്ക് ആണ് അവിടെ എത്തേണ്ടത്. ഓക്കെ, അപ്പം ഫുള്ളി ടയർഡായിട്ടിരിക്കുക. ഞാനൊന്ന് കിടക്കട്ടെ. ഓക്കെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിതാ ചർച്ചിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പം ഇറങ്ങും ചർച്ചിൽ പോകാനായിട്ട്. പിന്നെ ഇന്നലെ മേടിച്ച കുറച്ച് ഡ്രസ്സസ് ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് സൈസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ടൈറ്റാണ്. അങ്ങനെ ആ ഡ്രസ്സുകളെല്ലാം മാറ്റി മേടിക്കണം. പിന്നെ വന്നിട്ട് ചർച്ചിൽ വന്നിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ്, വീണ്ടും കുറച്ച് സാധനങ്ങളൊന്നും മേടിച്ച്. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയും, ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും. അപ്പോൾ അവിടെ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സസ് ഞാൻ മേടിച്ചത് മാറ്റി മേടിക്കും. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതും ഇന്ന് വൈകുന്നേരം മേടിക്കണം. കാര്യം നാളെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നാളെ 9 മണിക്ക് അവിടെ എത്തണം. ഇനി പാക്ക് ചെയ്യണം. ഒന്നും ഞാൻ പാക്ക് ചെയ്തൊന്നും എടുത്തു വെച്ചില്ല. അപ്പോൾ ഇനി ചർച്ചിൽ നിന്ന് വന്ന് ഞാൻ പറയില്ല വേറൊരു കുറച്ച് സാധനങ്ങളോട് മേടിക്കാറുണ്ട്. അതൊക്കെ മേടിച്ച ശേഷം മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഡ്രസ്സ് മാറ്റി തന്നു. അവിടെ പോയവരുടെ തന്നെ പുള്ളിക്കാരന് മനസ്സിലായി ഇന്നലെ വന്ന് മേടിച്ചതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സൈസ് ചെറുതാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാറ്റി തന്നു. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഇനിയും കുറച്ച് അലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന്. അതൊക്കെ മേടിക്കാനായിട്ട് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഈ ഫ്ലോറിൽ നിന്ന് ഏറെക്കുറെ എല്ലാ സാധനങ്ങളും മേടിച്ചു. നമുക്കിനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം. കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചു ഗൈസ്. ഇനി നമുക്കതെല്ലാം ബില്ലിട്ട് സെറ്റാക്കാം. സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, ഞാനതാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇനി ഞാൻ രാവിലെ ഇട്ടിട്ട് പോയ ഡ്രസ്സ് അതേപോലെ ഇട്ടേക്കുവാണ്. കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമല്ലോ, അതുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ നിന്നില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് പാക്കൊന്നും ചെയ്തില്ല. ഇനി വേണം പാക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാ സാധനങ്ങളും മേടിച്ചു. എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇന്നലെയും ഇന്നും കൊണ്ട് എല്ലാം മേടിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരം ഇനി എടുത്ത് പാക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. സമയം ഇപ്പം ഏകദേശം 8 മണി കഴിഞ്ഞു രാത്രി. ഇനി വേണം എല്ലാം ചെയ്യാനായിട്ട്. രാവിലെ 9 മണിക്ക് അവിടെ എത്താനില്ല. അതുകൊണ്ട് വേഗം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തെല്ലാം സെറ്റാക്കട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.